പ്രവാസി സുഹൃത്തുക്കൾക്കും 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഞാനൊരു പ്രവാസിയുടെ മകനായതുകൊണ്ട് തന്നെ പ്രവാസത്തിൻ്റെ നോവുകൾ ഓരോന്ന് സ്വന്തം ജീവിതത്തിൽ തൊട്ടറിഞ്ഞിട്ടുള്ള ആളാണ്. ഉപ്പ അനുഭവിച്ചിട്ടുള്ള വേദന, ഉമ്മയും ഞങ്ങൾ മക്കളും അനുഭവിച്ചിട്ടുള്ള വിരഹത്തിൻ്റെ ബുദ്ധിമുട്ട്. ഇതുകൊണ്ട് തന്നെ പ്രവാസിക്ക് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ ഒരു മെഡിക്കൽ സയൻസിൻ്റെ ആവശ്യവും എനിക്കുണ്ടായിട്ടില്ല. അവരുടെ ഫ്രണ്ട്സ്, ഉപ്പാൻ്റെ ജൂനിയേഴ്സ് ഇവരെയൊക്കെ തൊട്ടറിയുകയും അതിനുശേഷം അവരെ ചികിത്സിച്ച അനുഭവവും അതിനുശേഷം ആ ഒരു സഹാനുഭൂതിയോടെ തന്നെ പ്രവാസികളുമായിട്ട് ഇടപഴകുകയും ചെയ്യുന്നതുകൊണ്ട് പ്രവാസികളിലെ പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ വളരെയേറെ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. 50 വയസ്സായിട്ടുള്ള 45 വയസ്സായിട്ടുള്ള നാട്ടിൽ ജീവിക്കുന്നവർക്കുള്ളതിലേറെ പ്രവാസ ലോകത്ത് ജീവിച്ചവർക്കും പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്നവർക്കും മൂത്രാശയ സംബന്ധമായ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോവുക, മൂത്രം പിടിച്ച് നിൽക്കാൻ കഴിയാതെ ആവുക, മൂത്രം ഇങ്ങനെ പവറില്ലാതെ പോവുക, മൂത്രമൊഴിച്ച് കഴിഞ്ഞാലും പിന്നെയും ബാക്കിയുണ്ട് തോന്നുക, മൂത്രമൊഴിച്ച് കഴിഞ്ഞ് കുറച്ചാണ് കഴിഞ്ഞേക്കിന് പിന്നെയും മൂത്രമൊഴിക്കാൻ മുട്ടി വാതിലേക്ക് അങ്ങ് എത്തുമ്പോഴേക്ക് മൂത്രം 1 2 ഒറ്റ പോവുക, ഒരു ചുമക്കൊക്കെ നിന്നാലും ഒന്ന് ചുമച്ച് കഴിയുമ്പോഴത്തേന് എത്ര മൂത്രമൊഴിച്ച് കഴിഞ്ഞാലും പിടിച്ചു വെച്ച മൂത്രം പിടിക്കാൻ വെക്കാതെ പോവുക. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ലൈംഗിക പ്രശ്നങ്ങൾ, ഉദാഹരണം കിട്ടാതിരിക്കുക, താല്പര്യം കുറയുക, ഒരു പവർ പഴയ പോലെ കിട്ടുന്നില്ല എന്നുള്ളത് തോന്നുക, ശുക്ലത്തിൻ്റെ ഒക്കെ അളവ് കുറവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുക. ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രധാന കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നമാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാവുമ്പോൾ അത് മൂത്രാശയത്തിലും മൂത്രനാളത്തിലും പ്രയാസം ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രവാസികൾക്ക് എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ വരുന്നത്, എന്താണ് പ്രവാസികൾ ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. ഒരു പ്രവാസി സുഹൃത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. ആ കഥയോടെ നമുക്ക് തുടങ്ങാം. ഞാൻ ഓരോ കഥ പറയുമ്പോഴും ഓരോ ജീവൻ്റെ കഥയാണ്. ഒരിക്കലും ഒരു രോഗിയുടെ അനുവാദമില്ലാതെയോ അവൻ്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടോ ഞാനൊരു കഥയും പറയില്ല. പക്ഷേ ഇങ്ങനെ കഥ പറയുന്നത് വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്കിത് മനസ്സിലായി നിങ്ങളിലെ ഒരാളായി അവതരിപ്പിക്കുമ്പോൾ ആ രോഗത്തിൻ്റെ അപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ്. 50 വയസ്സ് 53 വയസ്സായിട്ടുള്ളൊരു യുവാവ് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വന്നിരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ പ്രവാസം നിർത്തി പോകുന്നതാണ്, എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുന്നതാണ്. അപ്പോഴാണ് മൂത്രത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ, പഴയ പോലെ ഭാര്യയായിട്ട് ബന്ധപ്പെടാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ നോക്കുമ്പോഴാണ് പ്രോസ്റ്റേറ്റ് ഉണ്ട്, ക്യാൻസറൊന്നുമല്ല, സർജറി വേണമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ആ സർജറി ചെയ്യാൻ പൈസ ഇല്ല, ഞങ്ങൾ ഈ ഓട്ടപാത്രം പോലെയാണ്, കയ്യിലൊന്നും ഉണ്ടാവില്ല, അവിടെ നിൽക്കുന്ന കാലത്ത് വലിയ സംഭവമൊക്കെ ആയിരിക്കും, ഇനിയിപ്പോൾ ആ പൈസ ഉണ്ടാക്കാൻ ഞാൻ ഒന്നും കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞു. ശരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് ഇതിൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവർ ഇതിൻ്റെ താഴെ തന്നെ കമൻ്റായിട്ടിടും, ഇത് വെറുതെ പറഞ്ഞതാണ്. പ്രവാസം അനുഭവിച്ചവന് മാത്രമേ അതറിയുള്ളൂ, അതിൻ്റെ പ്രയാസം അനുഭവിക്കാൻ അറിയുള്ളൂ. എനിക്കത് ശരിക്കും മനസ്സിലായി. കാരണം ഉപ്പ എന്നെ പലവട്ടം പ്രവാസം നിർത്തിയതാണ്. പക്ഷേ ഓരോ പ്രാരാബ്ദങ്ങൾ കൊണ്ട് പിന്നെയും പോവും. അപ്പോൾ അവരുടെ പ്രയാസം ശരിക്കും മനസ്സിലായി. അന്നാണ് ഞാനിത് വളരെ നമ്മളെ മനസ്സറിഞ്ഞ് എന്താണിത് പ്രവാസികൾക്ക് കൂടുതൽ വരുന്നത് എന്നുള്ളതൊന്നൊരു പഠനം നടത്തിയത്. ഞാൻ പിന്നീട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ സൈൻ ചെയ്തിട്ടാണ് ലെറ്റർ കൊടുക്കുക. അപ്പോൾ ഞാൻ വെറുതെ കമ്പ്യൂട്ടറിലൊന്ന് നോക്കിയ സോഫ്റ്റ്വെയറിൽ കഴിഞ്ഞ ഒരു 6 മാസത്തിൻ്റെ ഇടയിൽ കൊണ്ടുപോയ മരുന്നുകളിൽ ഏറ്റവും കൂടുതൽ രോഗമുള്ള അല്ലെങ്കിൽ കൊണ്ടുപോയ മരുന്ന് ഏതാണ് എന്നുള്ളത് ഈ പറഞ്ഞിട്ടുള്ള പ്രോസ്റ്റേറ്റിൻ്റെ മരുന്നും മൂത്രാശയത്തിൻ്റെ മരുന്നും അതിലെ ആദ്യ കാറ്റഗറികളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നറിയോ? സാധാരണ 50 വയസ്സായിട്ടുള്ള ആളുകളിൽ മൂത്രസംബന്ധമായ രോഗവും പ്രോസ്റ്റേറ്റ് സംബന്ധമായ രോഗമൊക്കെ കൂടുതലാണ്. പക്ഷേ പ്രവാസികളിൽ അത് കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഭാര്യയായിട്ട് വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം വേഗത്തിൽ മനസ്സിലാവാൻ. എന്താണ് ഈ പ്രോസ്റ്റേറ്റ് എന്നും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിയാൽ എന്താണ് മൂത്രത്തിൻ്റെ പ്രശ്നം ഉണ്ടാവണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം. ഇതൊക്കെ മെഡിക്കൽ പുസ്തകങ്ങൾ കാണാതെ പഠിച്ചു വന്നിട്ട് ഛർദ്ദിക്കുകയല്ല. അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് മെഡിക്കൽ പുസ്തകത്തിലുള്ള സാധനമാവില്ല. ഡോക്ടർമാർ ദയവ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് അങ്ങനെയും കുറേ കാണിക്കലുണ്ട്. നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തന്നാൽ അതിൻ്റെ ഒരു ഭാഗം അടർത്തി എടുത്തിട്ട് ഗ്രൂപ്പുകളിലൊക്കെ വലിയ ചർച്ച നടത്തും. ഇവൻ ഇതാണ് പറയുന്നത് പറഞ്ഞിട്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മെഡിക്കൽ പരീക്ഷ എഴുതാനോ അത് പോയിട്ട് ഡോക്ടർ ആവാനോ അല്ല. നമ്മളുടെ മൂത്രസഞ്ചിൻ്റെ മൂത്രനാളി ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. മൂത്രസഞ്ചിയിൽ നിന്ന് ബ്ലാഡറിൽ നിന്ന് വരുന്ന മൂത്രനാളി, ഇതാണ് മൂത്രനാളി, ഇതിൽ കൂടിയാണ് മൂത്രം പോവുക. ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്.
അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങി എന്ന് കരുതുക. ഇതിപ്പോൾ ഈ വെള്ളം ഐസായി എന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെവിടെ പ്രശ്നം ഉണ്ടാക്കുക? ഈ മൂത്രം പോണ കുഴലിനെ ടൈറ്റാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിയാൽ മൂത്രം ബ്ലോക്ക് വരും, പോവില്ല, മുഴുവൊഴിക്കൂല. മുഴുവൊഴിച്ച് കഴിഞ്ഞാലും പിന്നെയും കുറച്ച് ബാക്കിയാവും. അത് പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ മുട്ടും, മൂത്രം പിടിച്ച് നിൽക്കാൻ കഴിയില്ല, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉണ്ടാവും, ചിരലിൽ ചോര പോലെ വരും, ശുക്ലത്തിൻ്റെ അളവ് കുറയും. ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ്, ഇതുകൊണ്ടാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ ശരിക്ക് കിഡ്നിക്കോ അല്ലെങ്കിൽ മൂത്രത്തിനോ അല്ല പ്രശ്നം വരുന്നത്. പലരും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ രോഗം കണ്ടിട്ട് അയ്യോ ഇത് കിഡ്നിക്ക് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ മൂത്രക്കടച്ചിലാണെങ്കിലൊക്കെ എങ്ങനെ ഉണ്ടാകും. ഈ രോഗം വരുമ്പോൾ നമ്മൾ മൂത്രക്കടച്ചിലുണ്ടോ, കിഡ്നി പ്രോബ്ലം ഉണ്ടോ, സ്റ്റോൺ ഉണ്ടോ എന്ന് നോക്കും. പക്ഷേ സ്റ്റോണും കിഡ്നി പ്രോബ്ലംസും ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് പോലും ഇത് ഉണ്ടാവുന്നത് പ്രോസ്റ്റേറ്റ് കാരണമാണ്. മൂത്രനാളി പ്രോസ്റ്റേറ്റ് കാരണം ബ്ലോക്ക് ആവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാനുള്ള കുറേ കാരണങ്ങൾ പ്രവാസികൾക്ക് ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാരണം എന്താ അറിയോ? ലൈംഗികത കുറേ കാലമായിട്ട് ഉണ്ടാവില്ല, ഭാര്യ നാട്ടിലായിരിക്കും. ഇപ്പോൾ പുതിയ തലമുറയിലെ പ്രവാസികളൊക്കെ പിന്നെയും ഓക്കെ, മറ്റവർക്ക് അങ്ങനെയല്ല, ഭാര്യ നാട്ടിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അവയവം വേണ്ടത്ര ഉണ്ടാവില്ല, ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്ഖലനം നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അവയവത്തിൻ്റെ വീർത്ത് അവയവത്തിൻ്റെ പ്രവർത്തനം കുറഞ്ഞ് ഹോർമോണിൽ ചേഞ്ചസ് ഉണ്ടായിട്ട് ഈ രോഗത്തിന് പ്രവാസികളിൽ സാധ്യത കൂടുതലാണ്. രണ്ടാമത്തത് ഇരുത്തം കൂടുതലാണ്. മിക്ക ആളുകളും ഓഫീസ് ജോലി ആയിരിക്കും. ഓഫീസ് റൂം ഓഫീസ് ജോലിക്ക് വേണ്ടിയിട്ട്, കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഇരുത്തത്തിൻ്റെ ഇടയിൽ അവരവരുടെ കാര്യം മറന്നു പോവുകയാണ്. മൂന്നാമത്തത് എ സിയിലായിരിക്കും. ചൂട് രാജ്യമാണെങ്കിൽ കൂടെ എ സിയിലായിരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും തണുപ്പ് വന്ന് ആ തണുപ്പ് കാരണം രക്തക്കുഴലുകൾ മരവിച്ച് അവിടേക്ക് വേണ്ടത്ര രക്ത ഓട്ടമില്ലാതെ വികാസമില്ലാതെ അത് സംഭവിച്ചേക്കാം. നാലാമത്തത് നല്ലൊരു ശതമാനം പ്രവാസികൾ കോളകൾ, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കുത്തിക്കലക്കിയിട്ടുള്ള സോഡകൾ കുടിക്കുന്നവരാണ്. ചൂട് കാരണം പലരും എന്ത് ചെയ്യും, നമ്മൾ പേരെടുത്ത് തന്നെ പറഞ്ഞുതരാം, കോളകൾ കുടിക്കും. ഇനി കോളയിൽ സോഡ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പലരും എന്ത് ചെയ്യും, ടാങ്ക് പോലെയുള്ള വെള്ളം കലക്കി കുടിക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, നല്ല പ്രിസർവേറ്റീവ്സ് ഉള്ള ഭക്ഷണം കഴിക്കും. അതല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്, ഫ്രോസൺ ഫുഡുകൾ കഴിക്കും. നല്ല പഞ്ചസാരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കും. ഇതൊക്കെ ഇതിലേക്ക് കാരണമാവുന്നുണ്ട്. നാലാമത്തത് വ്യായാമമില്ലാത്ത ജീവിതം. അത് സ്ട്രെസ്സ് പിടിച്ചിട്ട് വ്യായാമമൊന്നുമില്ലാതെ കുറേ നേരം ഇരുന്ന് ശരീരത്തിന് എക്സസൈസ് കിട്ടാത്തത് കൊണ്ടും ഇത് സംഭവിക്കും. അഞ്ചാമത്തത് ടെൻഷൻ. നല്ല ടെൻഷനല്ലേ നമുക്കൊക്കെ ഇപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എനിക്കൊക്കെ ഇപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ആശ്വാസമാണ്. അത് കഴിഞ്ഞാൽ തറവാട്ടിൽ ചെല്ലുമ്പോൾ അനിയനും ജ്യേഷ്ഠൻ്റെ മക്കളൊക്കെ ഉണ്ടാവും. അവിടെ ചിലപ്പോൾ തല്ലൂടാനായിരിക്കും പോകുന്നത്. അവിടെ ചിലപ്പോൾ എന്തായിരിക്കും, നമ്മൾ കഴിക്കുന്ന മത്തയും പൊളി ഉണ്ടാക്കിയതിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് ഉള്ളത് വന്നിട്ട് ഓലും കൂടെ വന്നിട്ട് അതിനെന്തായിരിക്കും, എനിക്കിപ്പോഴാണോ ഇത് വരാൻ തോന്നുന്നത്, എനിക്ക് എന്താ വരുന്നതിൻ്റെ മുമ്പൊന്ന് പറഞ്ഞുകൂടായിനോ എന്ന് ചിലപ്പോൾ തല്ലൂടായിരിക്കും ഉണ്ടാവുക. പക്ഷേ അതിലൊരു രസമാണ്, അത് പ്രവാസിക്ക് കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും അവർ രോഗിയായി മാറുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ നാട്ടിലുള്ള വ്യായാമം ചെയ്യുന്ന, ടെൻഷൻ ഇല്ലാതിരിക്കുന്ന, നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുന്ന, കെമിക്കൽ ഭക്ഷണങ്ങൾ കുറച്ച് ഉപയോഗിക്കുന്ന, ഇരുത്തം കുറവുള്ള, വല്ലാതെ തണുപ്പ് പോവാത്ത, ഭാര്യയുമായോ എന്നും ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകൾക്കുള്ളതിലേറെ നമ്മളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഈ രോഗം വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കീഴടങ്ങാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഭാര്യ ഇല്ലയെന്ന് എഴുതിയിട്ട് ആ രോഗത്തെ പ്രിവെൻറ്റ് ചെയ്യണമല്ലോ. അങ്ങനെയല്ലേ വേണ്ടത്. ഭാര്യ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സങ്കടപ്പെട്ടിരിക്കുകയോ എനിക്ക് വരുമോ എന്ന് എഴുതിയിട്ട് ഇതാക്കുന്നതിന് പകരം ഒരു പ്രതിവിധിയാണ് ഞാൻ പറഞ്ഞുതരുന്നത്. ഞാൻ ഈ പറഞ്ഞ 5 ടിപ്സ് പറഞ്ഞുതരാം. ഓരോ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കണം എന്താ അറിയോ, നിങ്ങൾക്ക് രോഗം ഉണ്ടാവാതിരിക്കണം, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ സർജറി ചെയ്യരുത്. ഈ 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്പറേഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ രോഗം മാറിയിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞുതരും. ഇത് വരില്ല, ഇൻഷാ അല്ലാ അത് ക്ലിയർ ചെയ്ത് തരാം. അതിനുള്ള കാര്യങ്ങളാണ് പറയണേ. ഒന്നാമത്തെ കാര്യം, സിമ്പിളായിട്ടൊരു എക്സസൈസ് പറഞ്ഞുതരാം. ശ്വാസം നിങ്ങൾ ഇരുന്ന് തന്നെ ചെയ്യത്. ഇതിനൊന്നും വലിയ സമയവും വേണ്ട, വലിയ സംഭവമല്ല. ശ്വാസം വലിച്ചു വിടും, ഒന്ന് ഹോൾഡ് ചെയ്യും, മെല്ലെ വിടും, ഒന്ന് വലിക്കൂ, ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യും, മെല്ലെ വിടും. ഇതിങ്ങനെ വലിക്കണതിൻ്റെ ഇടയിൽ ശ്വാസം വലിച്ചെടുക്കുക. ഒപ്പം നിങ്ങളൊക്കെ മൂത്രം ഒഴിക്കുമ്പോഴേ മൂത്രക്കൊടിമ പിടിക്കാതെ മൂത്രം ബ്ലോക്ക് ചെയ്യൂലേ. മൂത്രം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മൂത്രം നിർത്തണം തോന്നുക, കംപ്ലീറ്റ് ആവാതെ. എന്താ ചെയ്യുക, ചന്തിൻ്റെ 2 മസിലുകളും ടൈറ്റാക്കി പിടിക്കൂലേ, അങ്ങനെ ഒന്ന് പിടിച്ചേ. തൊടൻ്റെ അടിയിലുള്ള ചന്തിൻ്റെ മസിലൊന്ന് ടൈറ്റാക്കി പിടിച്ചേ. മൂത്രം നിർത്താൻ വേണ്ടി ചെയ്യൂലേ ആ പണി. അപ്പോൾ ശ്വാസം വലിച്ചെടുക്കുക. എന്നിട്ട് അങ്ങനെ ഒന്ന് പിടിച്ചേ, ഒരു 5 സെക്കൻഡ് പിടിച്ചേക്കൂ, മെല്ലെ വിടൂ, വീണ്ടും ശ്വാസം വലിച്ചെടുക്കും, ഒന്ന് പിടിച്ചു വെക്കും, മസിലൊന്ന് പിടിച്ചു വെക്കും,
മെല്ലെ വിടൂ. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. 10 പ്രാവശ്യം വെച്ചിട്ട് ഒരു 10 പ്രാവശ്യം ദിവസവും ചെയ്താൽ 100 പ്രാവശ്യമായി. പോട്ടെ 5 പ്രാവശ്യമെങ്കിലും ചെയ്യുക. ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തോളൂ, അല്ലെങ്കിൽ വാട്സപ്പിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്തോളൂ, അല്ല ഞാൻ നിസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ ബ്രേക്ക് എടുക്കണം ആ സമയത്ത് ഓർമ്മ ഇട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇതെന്തിനാ എങ്ങനെ കോറിലേറ്റ് ചെയ്യണറിയോ? അപ്പോൾ അടുത്ത വട്ടം വാട്സപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഓർമ്മ വരും. അങ്ങനെ ചെയ്താൽ അതിന് പ്രത്യേകിച്ച് സമയം ചിലവാക്കും വേണ്ട, ആരോഗ്യ ഗുണങ്ങൾ ഓപ്പറേഷൻ ഇല്ലാതെ മാറിക്കിട്ടും ചെയ്യും. ഇത് വന്നവർക്കും ചെറുതായി മൂത്രത്തിൻ്റെ പ്രശ്നം തുടങ്ങിയവർക്കും പാരമ്പര്യമുള്ളവർക്കും ഇതേപോലെ സെഡൻറ്ററി ലൈഫുള്ള എല്ലാ പ്രവാസികൾക്കും 50 വയസ്സ് കഴിഞ്ഞവർക്കും വളരെയേറെ ഉപകാരപ്രദമാണ്. ഇനി രണ്ടാമത്തത്, മൂത്രം പിടിച്ചു വെക്കാനുള്ള പ്രയാസം തുടങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, മൂത്രമൊഴിക്കുക, മുഴുവൊഴിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 30 സെക്കൻഡ് ശ്വാസം വലിച്ചു വിടുക, എന്നിട്ട് പിന്നെ രണ്ടാമത് ഒഴിവാക്കുക. അടിപൊളിയായിട്ട് മൂത്രം പോവാനും ഈ പ്രശ്നം ഒഴിവാക്കാനും സഹായിക്കും. മൂന്നാമത് ചെയ്യാനുള്ളത്, മൂത്രമൊഴിക്കുമ്പോൾ ഇരുന്ന് മൂത്രമൊഴിക്കുക. അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് മൂത്രം പോയി കൂടുതലായിട്ട് മൂത്രം ബാക്കിയാവാതെ സഹായിക്കാൻ പറ്റും. നാലാമത്തത് സെക്സ്, ലൈംഗിക അവയവം ശരിയായി ഫങ്ഷൻ ചെയ്യാതെ ആവുന്നത് കുറേ കാലം സെക്സ് ചെയ്യാതെ ആവുമ്പോഴാണ്. അപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ സെക്സ് എന്നും ചെയ്യാൻ പറ്റിയാൽ നല്ലത്, ഒരു 20 പ്രാവശ്യം വരെ ഒരു മാസത്തിൽ ചെയ്താൽ വളരെ നല്ലത്. കൂടുതൽ സെക്സ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശുക്ലം സ്ഖലിക്കുന്നതിനനുസരിച്ച് ഇത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾക്ക് വയസ്സാവുന്നതിനനുസരിച്ച് ഹോർമോൺ ചേഞ്ച് ഉണ്ടാവും. ചിലപ്പോൾ അത്ര പവർ കിട്ടിയെന്ന് വരില്ല, എങ്കിലും ഭാര്യയായിട്ടുള്ളൊരു ബോണ്ടിങ്ങിലൂടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലൂടെ ഇത് ചെയ്യുന്നത് കൊണ്ട് ഗുണമാണ് കിട്ടുന്നത്. ഇനി അതിൻ്റെ മെഡിക്കൽ സയൻസ്, മെഡിക്കൽ ഭാഗം പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ 1-2 വർഷമൊക്കെ ആയിട്ട് ഭാര്യയായിട്ട് വിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ സ്വയം ഭോഗം ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇത് പുറത്തേക്ക് പോകുന്നതിലൂടെ ശരീരത്തിന് ഈ അപകടം വരാനും അത് വരുന്നത് തടയാനും അതിനെ പ്രതിരോധിക്കാനും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ മെഡിക്കൽ സയൻസ് പ്രകാരം ചെയ്യേണ്ട ഒരു സംഗതി ലൈംഗികത എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. പലരും പേടിച്ച് നിൽക്കുന്നൊരു സംഗതിയാണ്, ഡോക്ടറെ ഇത് ചെയ്ത് വന്നാൽ സെക്സ് ചെയ്യാൻ പറ്റുമോ, പ്രോസ്റ്റേറ്റിനെ ബാധിച്ചിക്കല്ലേ, അപ്പോൾ പ്രോസ്റ്റേറ്റിന് ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ളത്. ഒരിക്കലുമല്ല. ഇത് വന്നു കഴിഞ്ഞാൽ സെക്സ് ചെയ്യുന്നതാണ് നല്ലത്. സെക്സ് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ, എത്രത്തോളം സ്ഖലനം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. കുറേ മരുന്നും കുറേ ഓപ്പറേഷനും അല്ല പരിഹാരം. ഭക്ഷണത്തിൽ നിങ്ങളുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിലുള്ള മത്തനില്ലേ, മത്തൻ്റെയും കുമ്പളത്തിൻ്റെയും ഒക്കെ കുരു വളരെ നല്ലതാണ്. അത് റോസ്റ്റ് ചെയ്താക്കൊന്നും വേണ്ട, നിങ്ങൾ കറി വെച്ച് കഴിക്കുക, എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് എത്തിയാൽ നല്ലത്. ഇനി അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ ഒലീവ് ഓയിലിൽ ഉപയോഗിച്ചിട്ട് എടുക്കാം. തക്കാളി നല്ലതാണ്. തക്കാളി നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്രയോ എത്തുമോ അത്രയും നല്ലത്. ലൈക്കോപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അതിലുണ്ട്. പക്ഷേ തക്കാളി സോസും തക്കാളി കെച്ചപ്പും എടുക്കരുത്, കാരണം അതിൽ കുറേ കെമിക്കലും, ചിലപ്പോൾ തക്കാളി ഇല്ലാത്ത തക്കാളി സോസായിരിക്കും, കുറേ പഞ്ചസാരയും കുത്തി കലക്കിയതാണ്. നിങ്ങൾ വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളും. അതേപോലെ തന്നെ ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാബേജ് പോലത്തെ സംഗതികൾ ഇതിൻ്റെ ക്യാൻസർ വരുന്നത് തടയാനും ഇതിൻ്റെ നീർക്കെട്ട് തടയാനും പ്രവർത്തനക്ഷമത കൂട്ടാനും നല്ലതാണ്. പിന്നെ സെലീനിയം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. കടുക്ക, കൂന്തൾ, ചെമ്മീൻ, എരുന്ത് ഇത്തരം സാധനങ്ങളിൽ നല്ലോണം ഉണ്ട്. മത്തി മത്സ്യത്തിൽ നല്ലോണം ഉണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് പോലുള്ള മീനെണ്ണ പോലുള്ള സാധനങ്ങൾ ഇത് വളരെയേറെ നല്ലതാണ്. ഫ്രൂട്ട്സിലേക്ക് വരികയാണെങ്കിൽ മുന്തിരി നല്ലതാണ്, ഈത്തപ്പഴം നല്ലതാണ്, ക്യാരറ്റ് നല്ലതാണ്, തക്കാളി ബെസ്റ്റാണ്. ചായ ഒഴിവാക്കിയിട്ട് ഗ്രീൻ ടീ ഉപയോഗിക്കുക. അതുപോലെ തന്നെ വത്തക്ക, തണ്ണിമത്തൻ ഇതും വളരെയേറെ നല്ലതാണ്. മദ്യപാനവും സിഗരറ്റും ഒഴിവാക്കുക. ഇത്രയൊക്കെ ആയിട്ടും ഈ രോഗത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന പേടിക്കൊന്നും വേണ്ട. ഇതിനെ ചെയ്യുക. സർജറി ഇതിൻ്റെ പരിഹാരം അഡ്വാൻസ് ചെയ്ത കേസിലാണെങ്കിലും നല്ല രൂപത്തിൽ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഇതിന് ഞാൻ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ, ആദ്യ രോഗികൾക്ക് എന്താ രോഗം കാരണം വന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കും, ഏത് ഗ്രേഡാണ് എന്നുള്ളത് നോക്കും, വ്യായാമം ചെയ്യാൻ പറഞ്ഞു കൊടുക്കും, ഭക്ഷണ നിയന്ത്രണം പറഞ്ഞു കൊടുക്കും. എന്നിട്ടുമില്ലെങ്കിൽ ഒരു ഹോം റെമഡി പറഞ്ഞുതരാം. നമ്മളുടെ വീട്ടിലുള്ള തേനും ഇഞ്ചി നീരും 1 സ്പൂൺ വീതം എടുത്തിട്ട് മിക്സ് ചെയ്യുക. അത് വെറും വയറ്റിലൊന്ന് കുടിച്ചു നോക്കൂ. ഷുഗറില്ലാത്ത ആളുകളാണ് ചെയ്യേണ്ടത്. നല്ല മാറ്റം അതിൽ കിട്ടും. എന്നിട്ടും കുറവില്ലെങ്കിൽ ചികിത്സാവിധികളിൽ ഞാൻ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ഉണ്ട്. ഇത് വെച്ച് നിങ്ങളുടെ രോഗനിർണയം നടത്തും.
ഞാൻ എപ്പോഴും ചികിത്സയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ സർജറി പറഞ്ഞ കേസിൽ സർജറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എന്താ പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ച് എന്താണത് എന്നുള്ളതും എന്താണ് നിങ്ങളുടെ രോഗം എന്നുള്ളതും കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ട് വന്നു, എങ്ങനെയാണ് വന്നത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണം, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ മരുന്ന് എത്ര ഡോസിൽ എത്ര ഇടവേളയിൽ എത്ര കാലം കൊടുക്കണം എന്ന കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കിട്ടുന്ന ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അത്തരത്തിൽ നിങ്ങളുടെ രോഗനിർണയം നടത്തി അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്തും. അതുപോലെ തന്നെ ജർമ്മൻ പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചികിത്സ ചെയ്യും. അങ്ങനെ ആവുമ്പോൾ ഒരു പരിധിവരെ ഓപ്പറേഷൻ ഇല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റിലൂടെ ഇത് മാറ്റിയെടുക്കാൻ ഒരുപാട് പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് പറയുന്നത്. ഇത് പേടിക്കേണ്ടി ബേജാറാവേണ്ടി ഇത് സർജറിക്ക് വേണ്ടിയിട്ട് ഗൾഫിലേക്ക് വീണ്ടും പ്രവാസത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ പരമാവധി ഇത് ശ്രദ്ധിച്ച് രോഗിയാവാതിരിക്കുക. ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ല, ചികിത്സിക്കേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായും ഇത് വളരെ എഫക്റ്റീവായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. ഒരു ഓപ്പറേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഈ രോഗത്തെ പേടിക്കാതെ സന്തോഷകരമായ പ്രവാസ ജീവിതവും തുടർന്ന് ഹാപ്പി ആയിട്ടുള്ള വിശ്രമ ജീവിതവും നയിക്കാനാവും. രോഗം വന്നവർക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.